ഭയങ്കര പഠിപ്പിലാണല്ലോ. ഹായ് ബിങ്കോ, ഇതെപ്പോൾ വാങ്ങി? അത് ഞാൻ വൈകുന്നേരം മാമൻ്റെ അടുത്ത് വരുമ്പോൾ വാങ്ങിയതാ. പോകുമ്പോൾ ഈ അച്ഛൻ്റെ അടുത്തുനിന്ന് ബസ്സിന് പോകാൻ പൈസ ഇല്ല എന്ന് പറയുന്നത് കേട്ടിനല്ലോ. ഇതൊക്കെ വാങ്ങി തിന്നാനാണല്ലേ പൈസക്ക് ചോദിച്ചത്? മാമൻ്റെ അടുത്ത് വരുമ്പോൾ ഈ എത്ര മണിക്കാണ് വന്നത്? 6 മണിയായല്ലോ. എന്നിട്ട് ഇതുവരെ ഇത് പൊട്ടിച്ചില്ല. ഇപ്പോൾ ഒരു മൂടില്ല. ഞാൻ വന്നപ്പോൾ ചായ കുടിച്ചിനി, അപ്പം പിന്നെ തിന്നാന്ന് വിചാരിച്ച്. അപ്പം കാര്യമായിട്ട് എന്തോ വെട്ടി മുണിങ്ങിയിട്ടിരിക്കുകയാണ്. അതാണ്, ഇല്ലെങ്കിൽ ആദ്യം ഇത് തിന്നേണ്ടതാണ്. എക്സ്പയറി ഡേറ്റ് കഴിഞ്ഞു പോകും മോളെ. സാരല്ല, എക്സ്പയറി ഡേറ്റ് കഴിഞ്ഞൊക്കെ തിന്നാൽ പള്ള കേടാകും. അത് വെറുതെ തോന്നുന്നതാ. എടി വെറുതെ പറയുന്നല്ലേടി, താടിയോർക്ക് വേണേൽ വിശ്വസിച്ചാൽ മതി. വെറുതെ അല്ല, കുറച്ച് ദിവസമായിട്ടൊരു എനർജി കൂടിയ പോലെ തോന്നുന്നുണ്ട്. ഈ എക്സ്പയറി ഡേറ്റ് കഴിഞ്ഞതൊക്കെ തിന്നാൻ കൊണ്ടായിരിക്കൂലേ? എന്തടി താടി, ഒരു കഷ്ണം താടി, പിന്നെ ഞാൻ ചോദിക്കൂല പ്ലീസ്. ആർക്കമ്മ പപ്സ് കൊണ്ടു തന്നില്ലേനോ? എന്നിട്ട് അതാർക്കും കൊടുക്കുന്നത് കണ്ടില്ലല്ലോ. അത് മുട്ട പപ്സ് തന്നാൽ ഗ്യാസ് വരുന്ന ഇവിടെ എല്ലാവരും പറയുന്നത് കേട്ടിനല്ലോ. അതുകൊണ്ടാർക്കും പിന്നെ കൊടുക്കാഞ്ഞ്. ഞാൻ വിചാരിച്ച് നിങ്ങൾക്കൊന്നും വേണ്ടാന്ന്. ഈ ഇപ്പം എന്ത് പറഞ്ഞിട്ടും കാര്യമില്ല, അതിൽ നിന്നൊരു കഷ്ണം പോലും എനിക്ക് കിട്ടൂല. ഞാനെൻ്റെ ഹോംവർക്ക് വേണ്ട, ഹോംവർക്കിനെ കുറിച്ചൊന്നും പറയണ്ടേ. തിന്ന് കഴിയുമ്പോൾ വല്ല എണീറ്റ് പോകാനല്ലേ എനിക്ക്. ഞാനെത്ര ചാമ്പൊക്കെ പറിച്ച് തന്നിക്കുന്നു, അതിന് നന്ദിയുണ്ടോ? ഒരു ദിവസം ചാമ്പൊക്കെ പറിക്കാൻ പോയതിൻ്റെ പാട് ഇപ്പോഴും എൻ്റെ കാലുമ്മലുണ്ട്. ചാമ്പക്കേ എപ്പാ, ഏത് കാല്, ഏത് പാട് ഈ മറക്കും? അതെനിക്കറിയാം, ഈ 2ാം ക്ലാസ് പഠിക്കുമ്പോൾ. അമ്പടാ, 2ാം ക്ലാസ് എന്ന് പറയുമ്പോൾ 7 വയസ്സ്. അത്രയും കാലത്ത് ഓർക്കുകയാണെങ്കിൽ ഞാൻ ആരായിപ്പോയി. സ്കൂള് വിട്ട് വരുമ്പോൾ ഒന്ന് പോടി. വല്യമ്മേനെ കോളാണല്ലോ. ഈ തള്ള ഇപ്പം എന്തെത്തിനാ വിളിക്കുന്നേ? വലിയമ്മ വിളിക്കുന്നുണ്ടല്ലോ. ഈ തള്ള ഈ ഫോൺ എടുത്തില്ലേ, അതിനും പറയും കുടുംബകലഹാകും മൊത്തം. ഫോൺ എടുത്തില്ല എന്ന് പറഞ്ഞിട്ട് എന്താ ചെയ്യുക? എടുക്കണോ? ഇവള് പൊതുവെ വലിയമ്മ വിളിച്ച ഫോൺ എടുക്കാത്തതാണല്ലോ. എൻ്റെ അഹങ്കാരം ഞാനിപ്പം മാറ്റിത്തരാം. ഹലോ, എന്തൊക്കെയാ വിശേഷം? ഇവള് ഫോൺ എടുത്തു, അതും വല്യമ്മേൻ്റെ കോള്. എന്തോ ഒരു അപലക്ഷണം ഉണ്ടല്ലോ. എന്തായിരിക്കും പെട്ടെന്ന് ഫോൺ എടുത്തത്? ഒരു പണി മണക്കുന്നുണ്ടല്ലോ ഭഗവാനെ. എനിക്ക് വല്യമ്മയോട് ഇഷ്ടമല്ലല്ലേ? അയ്യേ, കഥ പറയും. ഞാൻ ഇത് കൊണ്ടു കേട്ടോ.